നമസ്കാരം. ചാണക്യവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രണയം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു തരംഗമുണ്ടാകും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വികാരങ്ങളിലൊന്നാണിത്. എന്നാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഴത്തിൽ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാം? വെറും വാക്കുകളിലല്ല, അവളുടെ പ്രവൃത്തികളിലൂടെ, അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ വികാരങ്ങളിലൂടെ അതെങ്ങനെ മനസ്സിലാക്കാം? ചിലപ്പോൾ പ്രണയത്തെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ പല സ്ത്രീകൾക്കും സാധിക്കില്ല. എന്നാൽ അവളുടെ ഓരോ ചലനത്തിലും ഓരോ നോട്ടത്തിലും ആ സ്നേഹം നിറഞ്ഞു നിൽക്കും. മഹാനായ തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ചാണക്യൻ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. 11 ലക്ഷണങ്ങൾ. ഇവ വെറും ലക്ഷണങ്ങളല്ല, ആഴത്തിലുള്ള ബന്ധങ്ങളുടെ അടിത്തറയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ അഗാധമായി സ്നേഹിക്കുമ്പോൾ പ്രകടമാകുന്ന 11 ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ നിങ്ങളുടെ ബന്ധം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1. പിന്തുണയുടെ ഉറവിടം. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൾ അവന്റെ ഏറ്റവും വലിയ പിന്തുണയായി മാറും. അവന്റെ ഉയർച്ചയിലും താഴ്ചയിലും അവൾ കൂടെ നിൽക്കും. അവന്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും അവൾ സ്വന്തം സ്വപ്നങ്ങളെപ്പോലെ ചേർത്ത് പിടിക്കും. അവൾ അവന്റെ വിജയങ്ങളെ സ്വന്തം വിജയങ്ങളായും പരാജയങ്ങളെ സ്വന്തം വേദനകളായും കാണുന്നു. ചാണക്യൻ പറയുന്നു, പത്നി സായ പത്തിയെ സഹായം കരോതി. അതായത് ഭർത്താവിന് സഹായം ചെയ്യുന്നവളാണ് യഥാർത്ഥ പത്നി. ഇവിടെ പത്നി എന്ന വാക്കിന് പങ്കാളി, പ്രിയപ്പെട്ടവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. ഒരു പുരുഷൻ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അവൾ അവനെ സാമ്പത്തികമായി പിന്തുണച്ചില്ലെങ്കിൽ പോലും മാനസികമായി പൂർണ്ണ പിന്തുണ നൽകും. അവനൊരു പരാജയം നേരിടുമ്പോൾ അവനെ സമാധാനിപ്പിക്കാനും വീണ്ടും മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കാനും അവൾ കൂടെയുണ്ടാകും. ഉദാഹരണത്തിന്, ഒരു ജോലി നഷ്ടപ്പെട്ട പുരുഷനോട് നമുക്കൊരുമിച്ചൊരു പുതിയ വഴി കണ്ടെത്താം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും അവന് ധൈര്യം നൽകാനും അവൾക്ക് കഴിയും. അവളുടെ വാക്കുകളും പ്രവർത്തികളും അവന് എന്നും ഒരു താങ്ങും തണലുമാകും. 2. സത്യസന്ധതയും വിശ്വസ്തതയും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സ്ത്രീ തന്റെ പുരുഷനോട് പൂർണ്ണമായും സത്യസന്ധയായിരിക്കും. അവൾ ഒരു രഹസ്യവും സൂക്ഷിക്കില്ല. അവളുടെ വാക്കുകളിലും പ്രവർത്തികളിലും ആത്മാർത്ഥതയുണ്ടാകും. ഒരു ബന്ധത്തിന്റെ അടിത്തറ വിശ്വാസമാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. വിശ്വാസേ ബന്ധം ദൃഢം ഭവതി. വിശ്വാസത്തിൽ ബന്ധം പോലും ദൃഢമാകും. ചെറിയ കാര്യങ്ങളിൽ പോലും അവൾ അവനോട് കള്ളം പറയില്ല. ഉദാഹരണത്തിന്, അവൾക്കവന്റെ ചില തീരുമാനങ്ങളോട് യോജിപ്പില്ലെങ്കിൽ പോലും അവൾ അത് തുറന്നു പറയും. അവളുടെ മനസ്സിൽ അവനോടുള്ള വിശ്വസ്തത ഒരു പ്രതിജ്ഞ പോലെ നിലനിൽക്കും. അവൾ അവന്റെ അഭാവത്തിൽ പോലും അവനോട് വിശ്വസ്തയായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായം സ്വീകരിക്കേണ്ടി വരുന്ന സമയത്തുപോലും അവൾ അത് അവനോട് തുറന്നു പറയാൻ മടിക്കില്ല. ഈ സത്യസന്ധതയും വിശ്വസ്തതയും അവരുടെ ബന്ധത്തിന് ആഴം നൽകും. 3. ബഹുമാനവും ആദരവും. അവൾ അവന്റെ തീരുമാനങ്ങളെയും ചിന്തകളെയും ആദരിക്കും. അവന്റെ കഴിവുകളെയും വ്യക്തിത്വത്തെയും അവൾ ബഹുമാനിക്കും. അവന്റെ നേട്ടങ്ങളിൽ അവൾ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും. ഒരു പുരുഷനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഒരു സ്ത്രീക്ക് സാധിക്കുമെങ്കിൽ അത് ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ലക്ഷണമാണ്. എത്ര നാരീ പൂജ്യന്തേ രമന്തേ തത്ര ദേവതാ. ഈ വാചകം ചാണക്യൻ പറഞ്ഞതല്ല, എന്നാൽ ഈ ആശയം ചാണക്യന്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്നു. അതായത്, സ്ത്രീകളെ ആദരിക്കുന്ന ഇടത്ത് ദേവതകൾ വാഴുന്നു. ഒരു പുരുഷൻ അവൻ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലോ അവന്റെ സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിലോ അല്ല അവൾ അവനെ ബഹുമാനിക്കുന്നത്. അവൻ ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന ആളായാലും സാധാരണക്കാരനായാലും അവൾ അവനെ ഒരുപോലെ ആദരിക്കും. അവന്റെ അഭിപ്രായങ്ങൾക്ക് അവൾ വിലകടക്കുകയും അവന്റെ ഇഷ്ടങ്ങളെയും അവൾ ആദരിക്കുകയും ചെയ്യും. അവന്റെ കഴിവുകളിൽ അവൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ടാകും. 4. ലക്ഷണം ക്ഷമയോടെയുള്ള പെരുമാറ്റമാണ്. അവന്റെ ദേഷ്യത്തെയും വാശിയെയും അവൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യും. അവൾ പെട്ടെന്ന് ദേഷ്യപ്പെടില്ല. അവനെ മനസ്സിലാക്കാനും സമാധാനിപ്പിക്കാനും അവൾ ശ്രമിക്കും. ഒരു ബന്ധത്തിൽ ക്ഷമ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ക്ഷമ സർവം സിദ്ധ്യതി. ക്ഷമയിലൂടെ എല്ലാം സാധ്യമാകും. അവൻ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൾ തിരിച്ചു ദേഷ്യപ്പെടാതെ ശാന്തമായിരിക്കും. അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവന്റെ ദേഷ്യത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനും ശ്രമിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, അവൻ ഒരു പ്രശ്നത്തിൽ അസ്വസ്ഥനാണെങ്കിൽ അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അവന്റെ ദേഷ്യത്തെ അവളോടുള്ള ദേഷ്യമായി കാണില്ല. ഈ ക്ഷമ അവനോടുള്ള അവളുടെ ആഴത്തിലുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5. അവന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുക. അവൻ സന്തോഷിക്കുമ്പോൾ അവൾ ആത്മാർത്ഥമായി സന്തോഷിക്കും. അവന്റെ നേട്ടങ്ങളിൽ അവൾ അഭിമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. അവന്റെ സന്തോഷം അവളുടേതുകൂടിയായിരിക്കും. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവന്റെ സന്തോഷം അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. പ്രിയം യസ്യ സുഖം തസ്യ. ആർക്ക് പ്രിയമായതാണോ അത് അയാൾക്ക് തന്നെ സന്തോഷമാകുന്നു.
അവനൊരു ചെറിയ സമ്മാനം വാങ്ങുമ്പോൾ പോലും അവന്റെ മുഖത്തെ ചിരി കാണുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നും. അവന്റെ ജീവിതത്തിലെ ഓരോ ചെറിയ വിജയങ്ങളും അവൾ ആഘോഷമാക്കും. അവന്റെ സന്തോഷം കാണാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. ഉദാഹരണത്തിന്, അവന്റെ ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദം കാണാൻ അവൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ പോലും അവൾ അവനോടൊപ്പം അതിന് തയ്യാറാകും. ആറാമതായി, അവന്റെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. അവന്റെ കാര്യങ്ങൾക്ക് അവൾ മുൻഗണന നൽകും. അവളുടെ തിരക്കിട്ട ജീവിതത്തിൽ പോലും അവനുവേണ്ടി സമയം കണ്ടെത്തും. അവന്റെ ആവശ്യങ്ങൾക്ക് അവൾ എപ്പോഴും പ്രാധാന്യം നൽകും. ചാണക്യൻ പഠിപ്പിക്കുന്നു, യസ്യ പ്രിയം തസ്യ ഹിതം. ആരുടെ ഇഷ്ടമാണോ അത് അയാൾക്ക് തന്നെ സന്തോഷമാകുന്നു. അവൻ അസുഖം വരുമ്പോൾ അവന് പരിചരിക്കാനും അവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായിക്കാനും അവൾ മുന്നിട്ടിറങ്ങും. ഉദാഹരണത്തിന്, അവന്റെ ഒരു പ്രധാനപ്പെട്ട ജോലിക്കു വേണ്ടി അവൾക്ക് രാത്രി ഏറെ വൈകിയിരുന്ന് അവനെ സഹായിക്കാൻ കഴിയും. അവന്റെ കാര്യങ്ങൾ എപ്പോഴും അവളുടെ ചിന്തകളിലുണ്ടാകും. അവന്റെ ആവശ്യങ്ങൾ എല്ലാം അവൾ അറിയാതെ തന്നെ മനസ്സിലാക്കും. ഏഴാമതായി, അവന്റെ കുറവുകളെ അംഗീകരിക്കുക. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൾ അവന്റെ കുറവുകളെയും അംഗീകരിക്കും. അവന്റെ അപൂർണതകളെ അവൾ പൂർണ്ണതയായി കാണും. അവൾ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കില്ല. ചാണക്യൻ പറയുന്നു, സ്നേഹം സർവം സ്വീകരോതി. സ്നേഹം എല്ലാം സ്വീകരിക്കും. അവന്റെ ചെറിയ ദോഷങ്ങളും തെറ്റുകളും അവൾ സ്നേഹത്തോടെ കാണും. ഉദാഹരണത്തിന്, അവൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ മറന്നുപോകുന്നുവെങ്കിൽ അവൾ അവനെ വഴക്കു പറയാതെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും. അവൾ അവന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്, ഒരു പരിപൂർണനായ പുരുഷനെയല്ല. എട്ടാമതായി, ഭാവിയെ സ്വപ്നം കാണുക. അവൾ അവനെ അവളുടെ ഭാവിയുടെ ഒരു ഭാഗമായി കാണും. അവനോടൊപ്പമുള്ള ഭാവിയെക്കുറിച്ച് അവൾ സ്വപ്നം കാണുകയും സംസാരിക്കുകയും ചെയ്യും. ഇത് അവരുടെ ബന്ധം എത്രത്തോളം ശക്തമാണ് എന്ന് കാണിക്കുന്നു. ഭവിഷ്യേ സഹവാസം മനോരമ. ഭാവിയിൽ ഒരുമിച്ചുള്ള ജീവിതം മനോഹരം. അവളുടെ എല്ലാ സ്വപ്നങ്ങളിലും അവന്റെ സാന്നിധ്യമുണ്ടാകും. അവളുടെ ഭാവിയെക്കുറിച്ചുള്ള സംസാരത്തിൽ അവൻ ഒരു പ്രധാന കഥാപാത്രമായിരിക്കും. ഉദാഹരണത്തിന്, അവൾ ഒരു പുതിയ വീടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വീട്ടിൽ അവനും കുട്ടികളുമുള്ളതിനെക്കുറിച്ച് അവൾ സംസാരിക്കും. അവളുടെ ജീവിതത്തിലെ എല്ലാ പ്രധാന തീരുമാനങ്ങളിലും അവനെ ഒരു പങ്കാളിയായി കാണും. ഒൻപതാമതായി, അവന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കുക. ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ അവൾ അവന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സ്വന്തം കുടുംബത്തെപ്പോലെ കാണും. അവരെയും അവൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. ബന്ധം യത് സ്നേഹേന വർദ്ധതേ. സ്നേഹത്താൽ ബന്ധങ്ങൾ വളരും. അവന്റെ കുടുംബാംഗങ്ങളോട് അവൾ സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറും. അവന്റെ സുഹൃത്തുക്കളോടൊപ്പം അവൾ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടും. അവന്റെ സുഹൃത്തുക്കളുമായി അവൾക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ അത് അവനോടുള്ള അവളുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അവനെ സന്തോഷിപ്പിക്കുന്ന ആളുകളെ അവൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. പത്താമതായി, അവൻ പോകുമ്പോൾ മാനസികമായ വേദന അനുഭവിക്കുന്നു. അവൻ അവളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അവൾക്ക് മാനസികമായ വേദന അനുഭവിക്കും. അവന്റെ സാന്നിധ്യം അവൾക്ക് അനിവാര്യമായിരിക്കും. വിരഹേ ദുഃഖം, മിലനേ സുഖം. വേർപാടിൽ ദുഃഖം, കണ്ടുമുട്ടുമ്പോൾ സന്തോഷം. അവനൊരു യാത്ര പോകുമ്പോൾ അവൾക്കവനെ ഒരുപാട് മിസ് ചെയ്യും. അവന്റെ സാന്നിധ്യമാണ് അവൾക്ക് സമാധാനം നൽകുന്നത്. അവനെ കാണാനും സംസാരിക്കാനും അവൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടാകും. ഇത് അവന്റെ അഭാവത്തിൽ അവൾ അനുഭവിക്കുന്ന വേദനയും അവന്റെ സാന്നിധ്യത്തിൽ അവൾക്ക് ലഭിക്കുന്ന സന്തോഷവും എത്രത്തോളം വലുതാണ് എന്ന് കാണിക്കുന്നു. അവസാന ലക്ഷണം, ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാകുക. അവനുവേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചെയ്യാൻ അവൾക്ക് സന്തോഷമായിരിക്കും. അവന്റെ സന്തോഷമാണ് അവൾക്ക് ഏറ്റവും വലുത്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു സ്ത്രീയുടെ ത്യാഗമെന്നത് അവളുടെ സ്നേഹത്തിന്റെ ആഴം കാണിക്കുന്ന ഒന്നാണ്. ത്യാഗേ സ്നേഹം വർദ്ധതേ. ത്യാഗത്തിലൂടെ സ്നേഹം വളരും. അവന്റെ ഇഷ്ടങ്ങൾക്കു വേണ്ടി അവളുടെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കും. അവളുടെ സന്തോഷം കാണാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണിത്. അവനുവേണ്ടിയുള്ള ത്യാഗങ്ങൾ അവൾക്ക് ഒരു ഭാരമായി തോന്നില്ല, മറിച്ച് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. ഈ 11 ലക്ഷണങ്ങൾ വെറും ലക്ഷണങ്ങളല്ല. അവ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ ഒരു പുരുഷന് നൽകിയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ്. വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ആഴം നമുക്ക് ഈ പ്രവൃത്തികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രണയമെന്നത് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ല, അത് പൂർണ്ണമായ സമർപ്പണമാണ്. ചാണക്യൻ പഠിപ്പിച്ച ഈ പാഠങ്ങൾ ആഴത്തിലും ശാശ്വതവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്ത്രീയുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്.
ആ ബന്ധത്തെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.